ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സ്വത്തിന്റെ മുടിയൊക്കെ വെട്ടണല്ലേ? വേണ്ട. മുടി വെട്ടണ്ടേ? എത്രക്ക് മുടി വേണം? ഓ, അത്ര മുടി വേണോ? എത്ര മുടി? ഈ കൈ കൊണ്ട് വരാൻ? ഓ, കാലിൻ്റെ അത് വരെ. അപ്പോ അത്രക്ക് മുടി വേണോ? എന്നിട്ട് മുടിയിൽ പേനൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നേരെ നോക്കിയില്ലെങ്കിൽ എല്ലാം നോക്കി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മുടിച്ച് നടന്ന നല്ല രസമുണ്ടാവും. അയ്യോ, ഇന്ന് സ്കൂളിൽ എന്തൊക്കെ പഠിപ്പിച്ച്? അന്ന് പഠിപ്പിച്ച ടീച്ചറൊന്നും പഠിപ്പിച്ചില്ല? ഇല്ല? അന്ന് ടീച്ചറെ വിളിച്ചോക്കട്ടെ. സ്ലേറ്റിൽ എഴുതിപ്പിച്ചോ? ടീച്ചറ് കടത്തിക്കുട്ടിയാ. ടീച്ചർ കരടിക്കുട്ടിയോ? ടീച്ചർ ചീത്ത പറയട്ടെ. അവൾക്ക് അവളുടെ ടീച്ചറെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്നേഹവും അടുപ്പം കൂടുതലുള്ളവരോടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. എന്ത് പാട്ടാ പാടാ? അത് പാട്ടല്ലല്ലോ, അത് പഠിപ്പിക്കല്ലേ ചെയ്തത്. ടെക്സ്റ്റ് ബുക്കിലോ? അത് പാടിത്തരുന്നുണ്ടോ? പിന്നെന്താ? ഇന്ന് എന്തായിരുന്നു സ്കൂളിൽ ഉപ്പേരി? അതാ കൂട്ടാൻ? പിന്നെന്താ? അതെ, ചോറൊക്കെ കഴിച്ചോ മുഴുവൻ? സ്നാക്സ് രസം ഉണ്ടായിരുന്നില്ലല്ലോ. മുറുക്ക് പാല് കിട്ടിയോ? ഇന്ന് പാലില്ലല്ലോ. കോഴിമുട്ട കിട്ടിയോ? കോഴിമുട്ട കിട്ടിയോ? കോഴിമുട്ട അല്ലേ ഇവിടെ കൊടുത്ത് കഴിച്ചത് അല്ലേ? ഞാൻ പഴം കഴിച്ചത്. ശ്രീകുട്ടിക്ക് പഠിക്കാൻ തുടങ്ങിയോ? ക്ലാസ് എടുക്കാൻ തുടങ്ങിയോ? ചെറുതായിട്ടൊക്കെ ഒരു കുഞ്ഞുണ്ട്. പിന്നെ അമ്മ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അത് വീട്ടുകാരോട് ചോദിച്ചതാ. വീട്ടുകാരോട് ചോദിച്ചതാണ്? എത്ര പൂർവികരെ കിട്ടും അത്രയും എഴുതാ. എന്റെ അമ്മ നല്ല ഹോംവർക്കാണോ? അവരുടെയൊക്കെ പേരോ? പേര് എനിക്ക് 2 തലമുറ അറിയാം. അമ്മമ്മയുടെ അമ്മയുടെ പേര് രുക്മിണി, അമ്മമ്മയുടെ അച്ഛന്റെ പേര് കറുപ്പൻപിള്ള. അവരുടെ മേലേക്ക് അറിയില്ല കേട്ടോ. അച്ഛന്റെ എഴുതണ്ടേ? അപ്പൊ അച്ഛന്റെ അമ്മയുടെ എഴുതാൻ പറഞ്ഞു. അതെ, അച്ഛന്റെ എനിക്ക് അറിയില്ല കേട്ടോ. അച്ഛമ്മയുടെ രാധ എന്ന് പറയാ, അമ്മമ്മയുടെ എന്താ പറയാ, അച്ഛന്റെ പേരെന്താണ്? ഉണ്ണികൃഷ്ണൻ. അച്ഛമ്മയുടെ എനിക്കറിയില്ല പേരെന്താണ്. എന്തോ ഒരു പേരുണ്ടല്ലോ, ഞാൻ മറന്നുപോയി. അച്ഛമ്മോട് വെച്ചോ? അച്ഛമ്മക്ക് അറിയാം. അച്ഛനറിയാലോ? അച്ഛനും അറിയാം. അമ്മയുടെ പേര് കുഞ്ഞുമാളമ്മ. പിന്നെ അതെ, ശ്രീനിന്റെ കാലാണ്. എന്റെ കാല് തെറിപ്പിക്ക് നല്ല വേദന ഉണ്ട്. അടിയാൽ കിട്ടും ഞാൻ ആട്ടിയ. പിന്നെ എന്താ അച്ഛമ്മയുടെ അച്ഛൻ്റെ പേര്, അമ്മയുടെ അച്ഛൻ്റെ പേര്. അപ്പൊ പിള്ളേരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെയും കുട്ടൻ ചെട്ടിയാർ തന്നെയാണ്. വേലപ്പറമ്പിൽ കുട്ടൻ ചെട്ടിയാര്. ആര്? അച്ഛനെ, ഇവിടുത്തെ എന്താ അച്ഛമ്മയുടെ അച്ഛനെ കുട്ടൻ ചെട്ടിയാരാണ്. അമ്മമ്മയുടെ അല്ല, അച്ഛമ്മയുടെ അച്ഛന്റെ പേര് കുട്ടൻ ചെട്ടിയാര്. അയ്യോ, നല്ല തലാന. എത്ര നല്ല തലാന. എന്താണ് പറയാ? തനാലയാണ് കേട്ടോ അവളുടെ ഭാഷയില്. തനാല അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ ഇവിടെ ഇരിക്കും. തനാല ഇരിക്കും. ഞാനോട് ഇവിടെ നീക്കിയത് പറഞ്ഞില്ലേ? പിന്നെന്താ? എന്താന്ന് സംസ്കൃതം ക്ലാസ്സില് അക്ഷരം കൊണ്ടൊക്കെ എഴുതിപ്പിച്ചു. ഈ അങ്ങനെയൊക്കെ എഴുതില്ലേ? അതേപോലെ എന്താ സംസ്കൃതത്തിൽ എഴുതിപ്പിച്ചു എല്ലാത്തിലും. കറി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക ഉപ്പേരി. വെണ്ടയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രണ്ടിന് വെണ്ടയ്ക്ക ഇഷ്ടമല്ല.
ആ പുതിയ ഫ്രണ്ട് വെണ്ടക്കയിലും മുളക് പൊടി വിചാരിച്ചാണ്. അവൾക്ക് എന്ത് ചിക്കൻ കറി ഏറ്റവും കൂടുതൽ ഇഷ്ടം. വേറെ പുതിയ ഫ്രണ്ട് ഉണ്ട്. അതെയോ? എന്താ പേര്? ഏതൊക്കെ പേരോളോ ഏതൊക്കെ കുട്ടികളാണ്? ഒരു ഹെൻഡിയും കൂടി ഉണ്ട്, പിന്നെ ഒരു ഹെൻഡി ഉണ്ട്. പുതിയ ഹെൻഡി പല ഹെൻഡി ഉണ്ട്. പിന്നെ ഏതാ കുട്ടികളുള്ളത്? ശ്രീനിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ പേര് പറഞ്ഞ. പിന്നെ രണ്ട് ഹെൻഡ് ഉണ്ടോ? അത് വെറുതെ പറയല്ലേ? അല്ലമ്മ ഉണ്ടോ? ഹെൻഡാന്നെ പേര്? അത് ശരി. ഇവിടെ ഒരു ഹെൻഡി പിന്നെ എന്താ വേറെ ഇത് ബസ്റ്റില്ലേ വായിരിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് PTA മീറ്റിംഗ് ഉണ്ടാവുമല്ലോ. അപ്പം ഇന്ന് സ്കൂളിലൊക്കെ വിട്ട് വന്നിട്ട് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതപ്പോൾ അവർ കുറച്ച് നേരം കളിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവർ കൂടെ കുറച്ച് നേരം സ്കൂളിലെ വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും രണ്ട് വിധത്തിൽ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. കിട്ടിയില്ലേ ബുക്കുകളൊക്കെ വൃത്തിയിൽ സൂക്ഷിക്കാം. കൊറേ ദിവസമായി ബുക്കുകളൊക്കെ വൃത്തിയിൽ സൂക്ഷിച്ചു വെച്ചോട്ടോ. 40 രൂപ കൊണ്ടുപോയില്ലല്ലോ. കൊണ്ടുപോയില്ലല്ലോ, ഓർമ്മിപ്പിക്കണേ. ഇത് ഈ വണ്ടി കയറിയപ്പോഴാ ഓർമ്മ വന്ന്. അടി കിട്ടും, അടി കിട്ടും. കണ്ണാടി പുഴയിലേ ശ്രീന നമ്മുടെ സ്വത്ത അച്ഛടെ സ്വത്ത? അമ്മയും അച്ഛനും. അമ്മയുടെ അച്ഛനും സ്വത്ത? അത് ശരി. നാല് അച്ഛനെ കൂടുതൽ ഇഷ്ടം, അമ്മേനെ കൂടുതൽ ഇഷ്ടം? അമ്മേനെ അച്ഛനും കൂടുതൽ ആണോ? മക്കൾക്കിപ്പോൾ ഹോംവർക്കൊക്കെ കുറച്ച് കമ്മിയാണ്. പിന്നെ അവരെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് നേരെ 8:30 മണിയായിരുന്നു കേട്ടോ. ഒരു 8:15 ആയപ്പോൾ ഏട്ടണ്ട് കൊണ്ടുവന്നിരിക്കുന്നു പച്ചക്കറി. എനിക്കിപ്പോൾ സാമ്പാർ വേണമെന്ന്. ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്ന, ദോശയും ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ വേഗം മത്തങ്ങ അരിഞ്ഞ് കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് കുട്ടിക്കാലത്തിൽ അടുപ്പിൻ്റെ മുകളിൽ തന്നെ വെച്ചു കേട്ടോ. മത്തനും പരിപ്പും അവിടെ വേവുന്ന സമയം കൊണ്ട് 2 മുരിങ്ങക്കായും 2 വെണ്ടയ്ക്കും ഒക്കെ പാടെ അരിഞ്ഞു വെച്ചു കേട്ടോ. അത് പിന്നെ അധികം വേവില്ലല്ലോ. പിന്നെ ഇതാ തേങ്ങ ഉടച്ചതാണ് സാമ്പാറിലേക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോൾ അത് മൊത്തം കേടായി. പിന്നെ വേറൊരു നാളികേരം ഏട്ടൻ കടയിൽ പോയി വാങ്ങിച്ചു കൊടുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ചിരകി സെറ്റാക്കി. അപ്പം നമ്മൾ നാളികേരം കറുത്ത് സാമ്പാർ വയ്ക്കാനുള്ള സമയം 8:30 മണിയായിട്ടുണ്ട്. സാമ്പാറൊക്കെ വെച്ച് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് എപ്പോഴാണ് കിടക്കാമെന്ന് അറിയില്ല. ഇപ്പോഴാണ് എനിക്ക് സാമ്പാർ വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടനൊക്കെ ഇന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കണം. ഞാൻ നാളെ ഉണ്ടാക്കുള്ളൂ എന്ന് വിചാരിച്ചതാണ്. മാവിരിക്കുന്നുണ്ട് രാവിലെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കില്ലാതെ നിവർത്തിയില്ല. അപ്പോൾ അത് ഉണ്ടാക്കണം. ഇത് കണ്ടോ, നാളികേരം കുറച്ചുണ്ട്, ഇതിട്ട് ചട്നി ഉണ്ടാക്കണം. എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് കഴിച്ച് കിടക്കുമ്പോഴേക്കും ഒരു സമയമാവും. അങ്ങനെ പെട്ടെന്ന് സാമ്പാറൊക്കെ സെറ്റാക്കി ചട്നി അരച്ചു, ദോശ ഉണ്ടാക്കി, എന്നിട്ട് മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തു കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ ഉറക്കം വന്നതാണ്. അല്ലെങ്കിൽ 10-10:30 ആവാൻ ഉറക്കം വരാൻ. ഇപ്പോൾ ഇതാ സീനുവിന് നിന്ന് കുറച്ച് നേരത്തെ ഉറക്കം വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ കുറച്ച് വൈകിയില്ല. അപ്പോൾ അവൾക്ക് നേരത്തെ ഉറക്കം വരികയാണ്. വാശി പിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവൾക്ക് ഞാൻ വാരി കൊടുത്തു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ വീണ്ടും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.